ഹല്ലേലൂയ. ഞാൻ വയനാട്ടിലെ പള്ളിക്കുന്ന് പള്ളിയിൽ നിന്നും ഞാനിപ്പോൾ കർണാടകയിലെ മൈസൂരിലുള്ള സെൻറ്റ് ഫിലോമിനാസ് ദേവാലയത്തിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എനിക്ക് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ സെൻറ്റ് ഫിലോമിനാസിൻ്റെ ദേവാലയത്തിലൊന്ന് സന്ദർശിക്കണമെന്ന്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധയാണ് സെൻറ്റ് ഫിലോമിന. ആരാലും കാണപ്പെടാതെ മറിഞ്ഞിരുന്ന വിശുദ്ധയെ ദൈവം തന്നെ എടുത്തുയർത്തിയ ചരിത്രമാണ് നമുക്ക് കാണാനുള്ളത്. ഈ ദേവാലയത്തെ പണി പൂർത്തിയാക്കിയത് 1936-ലാണ്. ഈ ദേവാലയത്തിൽ മുഴുവനും കല്ലുകൊണ്ട് പണിതിരിക്കുന്ന ഒരു ദേവാലയമാണ്. ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഫിലോമിനായുടെ നാമത്തിലുള്ള ഏറ്റവും പ്രസിദ്ധമായ ദേവാലയമാണ് ഈ മൈസൂരിലുള്ള സെൻറ്റ് ഫിലോമിനാസ് ചർച്ച്. എല്ലാ സ്റ്റേറ്റുകളിലും പോയി എല്ലാ ദേവാലയങ്ങളിലും പ്രധാനപ്പെട്ട എല്ലാ ദേവാലയങ്ങളൊക്കെ പോയി സന്ദർശിച്ച് അവിടെ പ്രാർത്ഥിച്ച് ആ ദേശത്തിനു വേണ്ടി ഈ ഭാരതത്തിന് മുഴുവനും വേണ്ടി പ്രാർത്ഥിച്ച് കടന്നു പോവുകയാണ് എൻ്റെ ലക്ഷ്യം. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന്. നമ്മൾ ഓർക്കണം, തോമാസ് ലീഹ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന് സുവിശേഷം പറയുകയും അത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇന്ന് കാണുന്ന നമ്മുടെ സഭ, കേരള സഭ ഇത്രയധികം വളർന്നിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഏത് നാട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുമ്പോഴും ഏത് സ്ഥലത്ത് ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളവിടെ സുവിശേഷം പറഞ്ഞില്ല എങ്കിൽ പോലും ആ നാട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് ഞാൻ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ ദേശത്തും എല്ലാ സ്റ്റേറ്റിലും പോയി പ്രാർത്ഥിച്ച് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ഞാനിത് 3 വർഷം മുമ്പ് തന്നെ പ്രാർത്ഥിച്ച് ഒരുങ്ങി. പക്ഷേ അത് എന്ന് സാധിക്കുമെന്നുള്ളത് എനിക്ക് ഒരു ഉറപ്പുമില്ലാത്ത കാര്യമായിരുന്നു. കാരണം ധാരാളം പണം ചിലവാകുന്ന കാര്യമാണ്. ഞാൻ ജോലി ചെയ്തതിന് ശേഷമാണ്, ആ ജോലി ചെയ്ത പണം മിച്ചം വെച്ചിട്ടാണ് ഞാൻ ഓരോ മിഷനിലേക്കും കടന്നു പോകുന്നത്. ഈ ഒരു 40 ദിവസം കർത്താവിൻ്റെ കൂടെ, ഒരുപക്ഷെ 40 ദിവസത്തിലും ഏറെ ആയെന്നിരിക്കാം, എനിക്ക് അറിയില്ല. കാരണം ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും പോകേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ നോമ്പുകാലം കർത്താവിനോട് കൂടെ ആയിരിക്കാൻ, എല്ലാ ദേശത്തിനും വേണ്ടി നല്ലൊരു മാനസാന്തര അനുഭവം ഉണ്ടാകാൻ വേണ്ടി, ഈശോയുടെ ആ സ്നേഹം എല്ലാവരും അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് ഓരോ ദേശത്തുകൂടെ പ്രാർത്ഥിച്ച് കടന്നു പോകുന്നു.
എനിക്കിത് പ്രചോദനമായത് തന്നെ ഞങ്ങൾ അരുണാചൽ പ്രദേശിലും അതുപോലെ പഞ്ചാബിലും രാജസ്ഥാനിലൊക്കെ ജെറീക്കോ പ്രയർ ഇങ്ങനെ ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് മാറ്റങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് പിന്നിൽ കൂടെ ഇനി വരുന്ന ആളുകൾക്ക് വഴി തെളിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈശോ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്, താൻ പോകാനിരുന്ന ഇടങ്ങളിലേക്ക് തനിക്ക് മുമ്പേ ഈ 2 പേരെയായിട്ട് ഈശോ അയച്ചു എന്ന്. ഈ 2 പേരെയായിട്ട് ഈശോ പ്രസംഗിക്കാൻ പോകാനിരുന്ന, ഈശോ സന്ദർശിക്കാൻ പോകാനിരുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും ഈശോ പോകുന്നതിന് മുമ്പ് തന്നെ ഈ 2 പേരെയായിട്ട് അയക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഞാൻ തനിച്ചേ ഉള്ളൂ. 2 പേരെ കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. ചിലവ് കൂടുതലായ കാരണം എനിക്ക് സാധിച്ചില്ല. എന്തായാലും എനിക്ക് പിന്നിൽ കടന്നു വരുന്ന ഓരോ വ്യക്തികൾക്കും ഇവിടെ സുവിശേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കുവാൻ ഞാൻ വഴി തെളിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേ കടന്നു പോവുകയാണ്. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പിന്നെ വരുന്ന ആളുകൾ സുവിശേഷം അറിയിക്കുവാൻ ഇവിടെ കടന്നു വരണം, ധാരാളം ആളുകൾ. മാത്രമല്ല ഇവിടെ ഉള്ളവർ തന്നെ, ഈ നാട്ടിലുള്ള കർണാടക സ്റ്റേറ്റിലുള്ള എല്ലാ വൈദികരും സിസ്റ്റേഴ്സും എല്ലാം ക്രിസ്തുവിൻ്റെ സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ധീരമായിട്ട് ശക്തമായിട്ട് സുവിശേഷം പ്രഘോഷിക്കാൻ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണത്. കാരണം സഭയിലാണെങ്കിലും നമ്മുടെ രാഷ്ട്രത്തിലാണെങ്കിലും നമ്മുടെ സംസ്ഥാനങ്ങളിലാണെങ്കിലും ഒരുപാട് തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രാർത്ഥനയും ഉപവാസവും വഴിയല്ലാതെ ഈ പിശാചിനെ പുറത്താക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവാസത്തോടു കൂടി ഈ നോമ്പ് കാലത്ത് യാത്രയാവുകയാണ്. എനിക്ക് പിന്നിൽ കടന്നു വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടല്ല. ഇതാണ് എൻ്റെ ലക്ഷ്യം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രാജ്യത്തിന് വേണ്ടിയിട്ട്, ദേശത്തിന് വേണ്ടിയിട്ട്, ഓരോ മക്കൾക്കും വേണ്ടിയിട്ട്, നമ്മുടെ സഭയ്ക്ക് വേണ്ടിയിട്ട്, എല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയിട്ട്, വൈദികർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകലരും വിശുദ്ധരായിട്ട് തീരുവാൻ, നല്ലൊരു വിശുദ്ധിയുടെ പരിമളം നമ്മുടെ സഭയിലുണ്ടാകുവാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. Sweet